നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ യമരാജനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വപ്നിൽ തന്റെ പ്രണയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നിങ്ങൾ കേൾക്കും. പ്രണയത്തിന്റെ വിലയെക്കുറിച്ചും സ്വപ്നിലിനൊപ്പം ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വായുവിൽ ചിലവഴിച്ച അവിസ്മരണീയമായ 2 മണിക്കൂറുകളെക്കുറിച്ചും. മനസ്സുമായുള്ള ഏറ്റുമുട്ടൽ. സ്വപ്നിൽ എന്തിനാണ് എനിക്കായി ലക്ഷക്കണക്കിന് ഡോളർ ചിലവാക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എന്റെ മനസ്സ് മറുപടി നൽകി, പ്രണയം വിലമതിക്കാനാവാത്തതാണ് വാണി. തന്റെ പ്രണയത്തിന്റെ മൂല്യം ഇത്തരത്തിൽ പ്രകടമാക്കിക്കൊണ്ട് മാത്രമേ നൽകാനാവൂ എന്ന് അവനറിയാം. എനിക്കായുള്ള ഡോളറുകളുടെ ചിലവ് മുതൽ എന്റെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നത് വരെ ഇതിൽ ഉൾപ്പെടുന്നു. പ്രണയത്തിന്റെ പാരമ്യം. സ്വപ്നിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് എന്റെ മനസ്സ് എന്നെ ശകാരിച്ചു. മനസ്സിന്റെ മറുപടി ഇതായിരുന്നു, ഇത് നിന്റെ മേലുള്ള അവന്റെ പ്രണയത്തിന്റെ പാരമ്യമാണ്. നീ സ്വയം ആഗ്രഹിക്കുന്നതുവരെ വാക്കുകളിലൂടെ പ്രണയം പ്രകടിപ്പിച്ച് നിന്നെ ഒരു ധർമ്മസങ്കടത്തിലാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. രഹസ്യ തയ്യാറെടുപ്പ്. ആ രാത്രി ഞാൻ എന്റെ ഡയറിയിൽ ഈ മനസ്സുമായുള്ള ഏറ്റുമുട്ടൽ കുറിച്ചുവെച്ചു. അടുത്ത ദിവസം അത്താഴത്തിനു ശേഷം സ്വപ്നിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പാരാഗ്ലൈഡിങ്ങിനായി ജീൻസും ജാക്കറ്റും വാക്കിംഗ് ഷൂസും നൽകി. ഇതിൽ നിന്ന് അവന് ആരോടും ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് വ്യക്തമായിരുന്നു. സ്വന്തം പൈലറ്റ് പാരാഗ്ലൈഡിംഗ് സ്ഥലത്തെത്തിയപ്പോൾ സ്വപ്നിൽ തന്നെ പരിശീലനം നേടിയിട്ടുണ്ടെന്നും അവൻ എന്റെ പൈലറ്റാകുമെന്നും അറിഞ്ഞപ്പോൾ എന്റെ ആശങ്കകൾ മാറി. എന്റെ വിശ്വാസം ഉറച്ചതായിരുന്നു. നിങ്ങൾ കൂടിയുള്ളപ്പോൾ ഞാനൊരു തരത്തിലുള്ള ആശങ്കകളും വെടിഞ്ഞിരിക്കുന്നു. മേഘങ്ങൾക്കിടയിലെ ആവേശം. ഞങ്ങൾ ഒരു മലമുകളിൽ നിന്ന് പറന്നുയർന്നു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ 2 മണിക്കൂർ വായുവിൽ ചിലവഴിച്ചു. സ്വപ്നിൽ കമന്ററി നൽകി, അതാ നോക്കൂ പാരാസീലിംഗ് ചെയ്യുന്ന ദമ്പതികൾ. നാളെ നമ്മളും ഇങ്ങനെ പാരാസീലിംഗ് ചെയ്യും. ഈ അനുഭവം ഭൂമിയിലേതിനേക്കാൾ മനോഹരമായിരുന്നു. ഞങ്ങൾ 2 തവണ പറന്നു. അവിസ്മരണീയമായ ദിനം. സ്വപ്നിലിനൊപ്പം വായുവിൽ ചിലവഴിച്ച ഈ ദിവസം എന്റെ അവിസ്മരണീയമായ അനുഭവങ്ങളിലെ മറ്റൊരു ദിവസം ആയി മാറി. പക്ഷേ രാത്രി ഹോട്ടലിലെത്തിയപ്പോൾ എന്റെ എല്ലാ സന്തോഷവും വിശ്വാസവും ഒരു നിമിഷം കൊണ്ട് അത്ഭുതത്തിലേക്കും സംശയത്തിലേക്കും മാറി. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ക്രമീകരണം. ഹോട്ടലിൽ സ്യൂട്ട് മുറിക്ക് പകരം ഡബിൾ ബെഡ്റൂമായിരുന്നു. 2 കട്ടിലുകൾ വേറിട്ടതാണെങ്കിലും ഞാൻ പരിഭ്രാന്തയായി. ഇതുവരെ സ്വപ്നിൽ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ കരുതിയിരുന്നോ? അതിന് വിരുദ്ധമായിരുന്നു ഹോട്ടലിലെ ഈ താമസം. സ്വപ്നിൽ എന്റെ വിശ്വാസത്തെ മാനിക്കുമോ? അതോ ഈ രാത്രി നമ്മുടെ വികാരങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷയാകുമോ? പ്രണയത്തിന്റെ മൂല്യം. വായുവിൽ പറക്കുന്ന സുഖം. രാത്രിയിലെ ഏകാന്തതയുടെ ഭയം. പ്രണയം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 50. പ്രണയത്തിന്റെ വിലമതിക്കാനാവാത്ത മൂല്യവും വായുവിൽ അർപ്പിക്കുന്ന അചഞ്ചലമായ വിശ്വാസവും. ഈ ചിന്ത വന്നപ്പോൾ ഞാൻ ഓർത്തു, അന്ന് തടാകത്തിൽ കുളിച്ച ശേഷം വസ്ത്രം മാറിയപ്പോൾ എന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ സ്വപ്നിൽ തന്നെയാണ് ചുരുട്ടി തന്റെ നനഞ്ഞ വസ്ത്രങ്ങൾക്കൊപ്പം വെച്ചത്. പിന്നീട് സ്വപ്നിൽ അവ എന്തു ചെയ്തു? അവ എനിക്ക് തിരികെ നൽകിയിട്ടില്ല. എന്റെ യുക്തിചിന്ത മറുപടി നൽകി, ആ വസ്ത്രങ്ങൾ എനിക്ക് ധരിക്കാൻ നൽകിയതും സ്വപ്നിൽ തന്നെയാണ്. പിന്നെ എന്തിനാണ് അവ എന്റേതാണെന്ന് എനിക്ക് തോന്നേണ്ടത്? ആ വസ്ത്രങ്ങളുടെ മേൽ എനിക്ക് എങ്ങനെ അധികാരം വരും? അധികാരം എന്ന വാക്ക് എന്നെ ഓർമ്മിപ്പിച്ചു. സ്വപ്നിൽ ഇതുവരെ എത്ര ഡോളറാണ് എന്റെ ടിക്കറ്റുകൾക്കും പിന്നീട് സർഫിംഗ്, കുതിരസവാരി ക്ലാസുകൾക്കുമായി ചിലവാക്കിയത്? സ്വപ്നിലിന്റെ സമ്പത്തിന്മേൽ എനിക്ക് എന്ത് അധികാരമാണുള്ളത്? എന്റെ ക്ലാസ്സിലെന്ന പോലെ ഒരു കഠിനമായ ചോദ്യത്തിന് ഉത്തരമറിയാവുന്ന വിദ്യാർത്ഥി പ്രശംസയ്ക്കായി എല്ലാവർക്കും മുമ്പേ കൈപ്പൊക്കുന്നതുപോലെ എന്റെ മനസ്സും സ്വന്തം ബുദ്ധി പ്രകടിപ്പിച്ചു. അനുവാദത്തിനായി പോലും കാത്തുനിൽക്കാതെ അത് മറുപടി നൽകി, പ്രണയം വിലമതിക്കാനാവാത്തതാണ് വാണി. സ്വപ്നിൽ എന്നെ സ്നേഹിക്കുന്നു. അവന്റെ കഴിവ് നേരിട്ട് കാണാനാവുന്നുണ്ട്. അവൻ എനിക്കായി, എന്റെ സന്തോഷത്തിനായി, എന്റെ വ്യക്തിത്വ വികാസത്തിനായി പണം ചിലവാക്കുന്നു. അവന് എന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞാലും ഞാൻ എവിടെയും വിൽപ്പനയ്ക്ക് ലഭിക്കില്ല. തന്റെ പ്രണയത്തിന്റെ മൂല്യം ഇത്തരത്തിൽ പ്രകടമാക്കിക്കൊണ്ട് മാത്രമേ നൽകാനാവൂ എന്ന് അവനറിയാം. ഇതിൽ എനിക്കായുള്ള ചിലവുകൾ മുതൽ എന്റെ സുരക്ഷയ്ക്കായി ജീവൻ പണയപ്പെടുത്തുന്നതുവരെ ഉൾപ്പെടുന്നു. ഇപ്പോൾ വീണ്ടും എന്റെ മനസ്സ് അതിന്റെ ബുദ്ധി പ്രകടിപ്പിക്കാൻ എന്നോട് ചോദിച്ചു, വാണി, നീയും സ്വപ്നിലിനെ സ്നേഹിച്ചു തുടങ്ങിയോ ഇല്ലയോ? അതെ, ഞാൻ സ്വപ്നിലിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ എന്റെ മനസ്സിനോട് മറുപടി പറഞ്ഞു. നീ സ്നേഹിച്ചു തുടങ്ങിയിട്ടും പകരം സ്വപ്നിലിനൊന്നും നൽകുന്നില്ല. നേരെ മറിച്ച് നീ ഇപ്പോഴും അവനെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറല്ല. സ്വപ്നിൽ നിസ്വാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ 3 വർഷമായി. നീ അവനെ കാണുന്നതിന് മുമ്പ് മുതൽ സ്വപ്നിൽ പ്രണയത്തിന് വില നൽകുന്നു. നീയാണെങ്കിൽ ഒന്നും തിരികെ നൽകുന്നില്ല. അവൻ നൽകിയ വസ്ത്രങ്ങളെക്കുറിച്ച് നീ ആശങ്കപ്പെടുന്നു. എത്ര സ്വാർത്ഥയാണ് നീ! സ്വപ്നിലിന് എന്നോട് പ്രണയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൻ ഇതുവരെ അത് തുറന്നു പറഞ്ഞില്ല എന്ന് ഞാൻ വിഷയം മാറ്റി ചോദിച്ചു. നീ അത്ര നിഷ്കളങ്കയൊന്നുമല്ല വാണി. അവൻ നിനക്കായി ഇത്രയേറെ ചെയ്യുന്നു. അത് കണ്ടിട്ടും അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് നിന്റെ മേലുള്ള അവന്റെ പ്രണയത്തിന്റെ പാരമ്യമാണ്. അതുകൊണ്ടാണ് നീ ആഗ്രഹിക്കാത്ത പക്ഷം പ്രണയം വാക്കുകളിൽ പറഞ്ഞു നിന്നെ ഒരു ധർമ്മസങ്കടത്തിലാക്കാൻ അവൻ ആഗ്രഹിക്കാത്തത്. മനസ്സ് എന്നെ ശാസിച്ചു.
മനസ്സ് എന്റെ വായടപ്പിച്ചു കളഞ്ഞു. എന്ത് യുക്തി നിരത്തിയാലും അത് മനസ്സിനു മുന്നിൽ വിലപ്പോവില്ല എന്നെനിക്ക് മനസ്സിലായി. ഭാവിയിൽ ഞാൻ ഇത് മറന്നുപോകാതിരിക്കാൻ ഉടനെ എഴുന്നേറ്റ് എന്റെ ഡയറിയിൽ സ്വന്തം മനസ്സുമായുള്ള ഏറ്റുമുട്ടൽ എന്ന തലക്കെട്ടിൽ ഈ സംഭാഷണം കുറിച്ചുവെച്ചു. ഞങ്ങൾ അത്താഴത്തിനു ശേഷം മടങ്ങുമ്പോൾ സ്വപ്നിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് 2 പൊതികൾ നൽകിക്കൊണ്ട് പറഞ്ഞു. വാണി, നാളെ രാവിലെ നമ്മൾ നേരിട്ട് പാരാഗ്ലൈഡിംഗ് സ്ഥലത്തേക്ക് പോകുകയാണ്. പോകുമ്പോൾ ഇത് ധരിക്കൂ. പാരാഗ്ലൈഡിംഗ് ചെയ്യുമ്പോൾ ഇത് സൗകര്യപ്രദമായിരിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വപ്നിലിന്റെ കയ്യിൽ നിന്ന് ആ പൊതികൾ വാങ്ങാൻ എനിക്ക് ചെറിയൊരു സങ്കോചം തോന്നി. എന്നാൽ അവന്റെ മുഖഭാവത്തിൽ നിന്ന് ആരോടും ഒന്നും മറയ്ക്കാനില്ലെന്ന് വ്യക്തമായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ ഞങ്ങൾ കാറിൽ പുറപ്പെട്ടു. സ്വപ്നിൽ നൽകിയ ജീൻസും ജാക്കറ്റും ഷൂസും ഞാൻ ധരിച്ചു. സൺഗ്ലാസ് ബാഗിൽ വെച്ചു. ഇന്ന് നമ്മൾ പാരാഗ്ലൈഡിംഗ് ചെയ്യും. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അപരിചിതനായ ഒരു പൈലറ്റിനൊപ്പം പറക്കേണ്ടി വന്നേനെ. പക്ഷേ നിന്റെ സ്വഭാവം എനിക്കറിയാം. ഒരാളോടൊപ്പം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കാൻ നിനക്ക് മടി തോന്നിയേക്കാം, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സ്വപ്നിൽ പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപരിചിതനായ ഒരാളോടൊപ്പം എനിക്ക് ഈ യാത്ര ആസ്വദിക്കാനാവില്ല എന്ന് ഞാൻ ആകുലയോട് പറഞ്ഞു. ഞാൻ പാരാഗ്ലൈഡിംഗിൽ പരിശീലനം നേടിയിട്ടുണ്ട്. എനിക്ക് ലൈസൻസുമുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ നിന്റെ പൈലറ്റാകാം. എനിക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് പാരഗ്ലൈഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ആവേശം ആസ്വദിക്കാം. നീ വിഷമിക്കേണ്ട, സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാറില്ല എന്ന് ഞാൻ സ്വപ്നിലിനെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞു. എന്റെ ആശങ്കകൾ അകന്നു. നമ്മൾ ഒരു മലമുകളിൽ നിന്ന് പറന്ന് നിശ്ചിത സ്ഥലത്ത് ഇറങ്ങാൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇത് വീണ്ടും ചെയ്യാം, സ്വപ്നിൽ പറഞ്ഞു. ഞാൻ സമാധാനത്തോടെ പാരാഗ്ലൈഡിംഗിനെക്കുറിച്ച് സങ്കൽപ്പിച്ചു തുടങ്ങി. സ്വപ്നിലിനൊപ്പം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ മണിക്കൂറുകളോളം തനിയെയിരിക്കുക, താഴെയുള്ള കാടിന്റെയും കടലിന്റെയും ഭംഗി ആസ്വദിക്കുക. എന്റെ ശരീരവും മനസ്സും ആവേശത്തിലായി. വഴിയിലെ റെസ്റ്റോറന്റിൽ നിന്ന് പ്രഭാതഭക്ഷണം കഴിച്ചു. ഞങ്ങൾ മലമുകളിലെത്തി. പൈലറ്റ് തന്റെ പാരഗ്ലൈഡറുമായി ഞങ്ങൾക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. സ്വപ്നിൽ എനിക്ക് ഹെൽമെറ്റ് അണിയിച്ചു തന്നു. പറന്നേറുന്നതിനു മുമ്പേ എന്റെ വയറ്റിൽ ഒരു ഇക്കിളി അനുഭവപ്പെട്ടു തുടങ്ങി. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ പറന്നു തുടങ്ങി. ഉയരത്തിൽ നിന്ന് പക്ഷികൾ താഴെ പറക്കുന്നത് ഞങ്ങൾ കണ്ടു. കാടിന്റെ മുകൾഭാഗം കാണുന്നത് താഴെ നിന്ന് മരങ്ങളെ നോക്കുന്നതിനേക്കാൾ മനോഹരമായി എനിക്ക് തോന്നി. മരങ്ങളുടെ ഇലകളുടെയും പൂക്കളുടെയും വർണ്ണങ്ങൾ എന്നെ വിസ്മയിപ്പിച്ചു. പിന്നീട് ഞങ്ങൾ കടൽത്തീരത്തിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു. വാണി, അതാ നോക്കൂ, കടൽ തീരത്തെ വിനോദസഞ്ചാരികൾ. അതാ നോക്കൂ, കടലിലെ ബോട്ട്. ആ പാരാസെയിലിംഗ് ചെയ്യുന്ന ജോഡികളെ നോക്കൂ. നാളെ നമ്മളും ഇങ്ങനെ ചെയ്യും. പറക്കുന്നതിനിടയിലുള്ള സ്വപ്നിലിന്റെ ഈ സംഭാഷണങ്ങൾ എന്നിൽ വലിയ ആവേശം നിറച്ചു. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രകൃതിഭംഗി ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ. സ്വപ്നിൽ ഈ യാത്ര പ്ലാൻ ചെയ്തത് എനിക്ക് സന്തോഷം നൽകാനാണെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അത്യധികം ആവേശത്തിലാണെന്ന് കണ്ട് സ്വപ്നിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി പറക്കാം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മലമുകളിലെത്തി രണ്ടാമതും പാരാഗ്ലൈഡിംഗ് ആസ്വദിച്ചു. സ്വപ്നിലിനൊപ്പം ചിലവഴിച്ച ഈ ദിനം എന്റെ ജീവിതത്തിലെ വിസ്മരിക്കാനാവാത്ത മറ്റൊരു ദിവസമായി മാറി. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇത്തവണ സ്യൂട്ടിന് പകരം ഒരു ഡബിൾ ബെഡ്റൂമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് കണ്ട് എനിക്ക് സംശയവും പരിഭ്രമവും തോന്നി. വലിയ മുറിയാണ്, കട്ടിലുകൾ തമ്മിൽ അകലവുമുണ്ട്. എങ്കിലും ഞാൻ പരിഭ്രമിച്ചു. അത് മുഖത്ത് കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതുവരെ സ്വപ്നിലിനെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണയ്ക്ക് വിരുദ്ധമായി ഹോട്ടലിലെ ഈ ഒരു ക്രമീകരണം എനിക്ക് തോന്നി. എപ്പിസോഡ് 50 അവസാനിച്ചു. എപ്പിസോഡ് 51. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ ഹോട്ടലിലെ ഡബിൾ ബെഡ് റൂം കണ്ട് എന്റെ മനസ്സിൽ സംശയം ജനിച്ചിരുന്നു. ഇന്ന് എന്റെ മനസ്സിൽ എങ്ങനെയുള്ള ആശങ്കകളാണ് ഓടിക്കൊണ്ടിരുന്നതെന്നും അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ച എന്റെ അസൂയയെ എങ്ങനെ അളിക്കത്തിച്ചുവെന്നും നിങ്ങൾ കേൾക്കും. ജേഡിനെക്കുറിച്ചുള്ള ആശങ്ക. ഡബിൾ ബെഡ് റൂം കണ്ടപ്പോൾ എനിക്ക് ജേഡിനെ ഓർമ്മ വന്നു. അവൻ രാശീലിനോട് ക്രൂരത കാണിച്ചിരുന്നു. ഇന്ന് എനിക്ക് സ്വപ്നിലിന്റെ മറ്റൊരു രൂപത്തെ നേരിടേണ്ടി വരുമോ എന്ന് ഞാൻ ഭയന്നു. സുഖത്തിനായുള്ള തിരച്ചിൽ. എന്റെ മനസ്സിൽ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഒരു വശത്ത് വിശ്വാസത്തെ തകരാതെ കാക്കാൻ ഞാൻ ആഗ്രഹിച്ചു, മറുവശത്ത് സ്വപ്നിൽ എന്നോട് അതും ചെയ്താൽ ആ പ്രചരിക്കപ്പെട്ട സുഖം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതിനെ മറ്റൊരാൾക്ക് സുഖം നൽകുന്നത് എന്ന് കരുതി. വിചിത്രമായ നാടകം. പലതരത്തിലുള്ള ചിന്തകളാൽ പരിഭ്രാന്തയായ ഞാൻ ഒരു നാടകം കളിച്ചു. സ്വപ്നിലിനോട് അവന്റെ ക്ഷീണത്തെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സ്വപ്നിൽ പെട്ടെന്ന് പുറത്തേക്ക് പോയി. വാഷ്റൂമിലെ സംഘർഷം. കുറച്ചുനേരം കഴിഞ്ഞ് അവൻ മടങ്ങിയെത്തി. പക്ഷേ അവൻ വന്ന ഉടനെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായി.
അവന്റെ ക്ലാസ്മേറ്റ് സേന തന്റെ കുടുംബത്തോടൊപ്പം ഇവിടെ താമസിക്കുന്നുണ്ട്. അവൾ എന്നെ കാണാൻ വരുന്നു. അസൂയയുടെ പുകച്ചിൽ. ഞാൻ വാഷ്റൂമിൽ പോയി സ്വയം ദേഷ്യപ്പെട്ടു. എന്തിനാണ് സേന എന്റെ ഈ നല്ല സമയം പാഴാക്കാൻ വരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു വശത്ത് എനിക്ക് സ്വപ്നിലിനെ സംശയമാണ്, മറുവശത്ത് അവനൊപ്പം തനിയെ സമയം കിട്ടാത്തതിൽ ഞാൻ സങ്കടപ്പെടുന്നു. ഇത് എന്റെ ഉള്ളിൽ ഒരു ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ പോലെ അനുഭവപ്പെട്ടു. സൗന്ദര്യവും പ്രദർശനവും. സേന മുറിയിലേക്ക് വന്ന ഉടനെ അവളുടെ വശ്യമായ സൗന്ദര്യം ഞാൻ കണ്ടു. ഉടനെ ചിന്തിച്ചു, അവൾ ഇതിനകം തന്നെ ഇത്ര സുന്ദരിയായിരിക്കുമ്പോൾ ഡീപ് വി നെക്ക് ടോപ്പ് ധരിച്ച് തന്റെ രൂപം കൂടുതൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമെന്താണ്? അവകാശബോധം. സേന വന്ന ഉടനെ എന്നെയും പിന്നെ സ്വപ്നിലിനെയും കെട്ടിപ്പിടിക്കുകയും ചുംബനം നൽകുകയും ചെയ്തു. ഞാൻ വെറുമൊരു ഒഴികഴിവ് മാത്രമാണ്. സേനയ്ക്ക് സ്വപ്നിലിനെ കാണാനാണ് വരേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നി. ഈർഷ്യാഗ്നി. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ചയിൽ ഞാൻ സോഫയിൽ ഇരുന്നത് തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഉള്ളിൽ വെന്തുരുകുകയായിരുന്നു. സേന പോയതിനു ശേഷവും അവൾ സ്വപ്നിലിനെ കെട്ടിപ്പിടിച്ച ഓർമ്മ എന്റെ മനസ്സിൽ അസൂയയുടെ തീ ആളിക്കത്തിച്ചു. സ്വപ്നിലിനോടുള്ള വിശ്വാസവും സേനയോടുള്ള അസൂയയും തമ്മിലുള്ള ഈ കഠിന പരീക്ഷയിൽ എന്റെ പ്രണയത്തിന്റെ പുതിയ വികാരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? വിശ്വാസത്തിന്റെ ഉരകല്ല്. ഒരു മുറിയിലെ ഏകാന്തത. അസൂയയുടെ ആദ്യ അനുഭവം. പ്രണയം. അൻമോൾ ഹോദ ഹായ് വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 51. ഡബിൾ ബെഡ് റൂമിലെ സംശയം. സേനയുടെ അസൂയയും മനസ്സിന്റെ സംഘർഷവും. എനിക്ക് ജേഡിനെ ഓർമ്മ വന്നു. ആദ്യം അവൻ രാശീലിനെ തന്റെ പെരുമാറ്റത്താലും സ്നേഹത്താലും ആകർഷിച്ചു. പിന്നീട് രാശീൽ അവന്റെ വലയിൽ കുടുങ്ങിയപ്പോൾ അവൻ അവളോട് അതിക്രൂരമായി പെരുമാറി. ഞാൻ ഉള്ളിൽ സംശയിക്കുകയായിരുന്നു, ഇന്ന് എനിക്ക് സ്വപ്നിലിന്റെ മറ്റൊരു രൂപത്തെ നേരിടേണ്ടി വരുമോ എന്ന്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ സ്വപ്നിലിനോട് പ്രണയം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുറിയിൽ യുവാവും യുവതിയും തനിച്ചായിരിക്കുമ്പോൾ സംഭവിക്കുന്ന അതും സ്വപ്നിൽ എന്നോട് ചെയ്താൽ എതിർക്കുന്നതിന് പകരം ആ സുഖം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അത് സംഭവിച്ചാൽ അത് സ്വപ്നിലിന് മേൽ ഞാൻ അർപ്പിച്ച വിശ്വാസത്തിന് വലിയൊരു തിരിച്ചടിയാകും. ഞാൻ ചിന്തിക്കുന്നു, ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ എനിക്കായി കുറച്ചും മറ്റുള്ളവർക്കായി കൂടുതലുമാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 25 ദിവസങ്ങൾ എന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിലവഴിച്ചത്. ഈ ദിവസങ്ങൾ ഞാൻ എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ജീവിച്ചത്. ഈ ദിവസങ്ങളിൽ രാശിയിലും സ്വപ്നിലും എന്റെ സന്തോഷത്തിനായി എല്ലാം ചെയ്തു. എനിക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ചിന്തിക്കുന്നു, എന്റെ ഭയത്തിനനുസരിച്ച് സ്വപ്നിൽ എന്നോട് അത് ചെയ്താൽ ഇന്ന് വീണ്ടും ഞാൻ എനിക്കല്ല മറ്റൊരാൾക്ക് സുഖം നൽകിയെന്ന് ഞാൻ കരുതും. ഇത് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, ഇനി വിട്ടുകളയൂ വാണി, നടക്കുന്നത് നടക്കട്ടെ. മനസ്സിന്റെ ഈ വാക്ക് കേട്ടതും എന്നിൽ ഭാവമാറ്റമുണ്ടായി. പെട്ടെന്ന് ഞാൻ ചിരിക്കാൻ തുടങ്ങി. എന്റെ മൗനത്തെക്കുറിച്ച് സ്വപ്നിൽ ചോദിക്കുന്നതിനു മുമ്പ് ഞാൻ തന്നെ ചോദിച്ചു, സ്വപ്നിൽ, നിങ്ങൾ ക്ഷീണിതനാണോ? നിങ്ങൾ വളരെ മിണ്ടാതിരിക്കുന്നല്ലോ. ഞാൻ എന്നെ തന്നെ മിടുക്കിയായി കരുതുന്നു. പക്ഷേ സ്വപ്നിൽ എന്റെ ഈ നാടകം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അവൻ അത് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, അതേ വാണി, പുലർച്ചെ എഴുന്നേറ്റതുകൊണ്ടും അന്നുമുതൽ തുടർച്ചയായി ജോലിയിലായതുകൊണ്ടും എനിക്ക് ചെറിയ ക്ഷീണമുണ്ട്. സാരമില്ല, നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ, ക്ഷീണം മാറിക്കോളും. എന്റെ സ്വരത്തിൽ സ്നേഹനിർഭരമായ ഭാവമുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, വിചിത്രമായ ചിന്തകൾ എന്റെ മനസ്സിൽ മാത്രമല്ല ഓതുന്നത്. സ്വപ്നിലിന്റെ മനസ്സിലും ചിലപ്പോൾ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കാം. അത് എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വപ്നിലിന്റെ മനസ്സിന്റെ ആഴം അറിയാൻ എനിക്ക് കഴിയില്ല. ഈ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ഞാൻ സ്വപ്നിലിന്റെ വ്യക്തിത്വത്തിന്റെ പല വശങ്ങളും കണ്ടു. അതുകൊണ്ട് അവന്റെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ഊഹിക്കാൻ പ്രയാസമാണ്. വാണി, നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നിൽ പെട്ടെന്ന് പുറത്തേക്ക് പോയി. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, സ്വപ്നിൽ ക്ഷീണം കാരണം മൗനം പാലിക്കുന്നതല്ല, അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. ഞാൻ ബെഡിൽ കിടന്നപ്പോൾ ഉറക്കം എന്നെ പിടികൂടി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. അപ്പോഴേക്കും സ്വപ്നിൽ വന്നിട്ടില്ല. ആ വലിയ മുറിയിലെ ബെഡിൽ കിടന്ന് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളെയും നോക്കി പല ചിന്തകളിൽ ഞാൻ മുഴുകിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് സ്വപ്നിൽ ചില സാധനങ്ങളുമായി തിരിച്ചുവന്നു. ഞങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചു. അപ്പോൾ സ്വപ്നിൽ ആ സാധനങ്ങൾ തന്റെ വശത്തുള്ള സൈഡ് ടേബിളിൽ വെച്ചു. എന്നിട്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. അപരിചിതനായ ഒരു പുരുഷനോടൊപ്പം ഒരു വാഷ്റൂം ഷെയർ ചെയ്യുകയും ഒരേ മുറിയിൽ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യം എന്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ്. ഞാൻ സന്തോഷത്തിലാണോ അതോ വിഷമത്തിലാണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്റെ പഴയ ക്ലാസ്മേറ്റ് സേനയെ ഞാൻ കണ്ടു. അവൾ തന്റെ ഭർത്താവിനും മകനുമൊപ്പം ഇതേ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. ഞാൻ അവളോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമാണ്. അവൾ ഇപ്പോൾ തന്നെ വരും, വാഷ്റൂമിൽ നിന്ന് വന്ന് സ്വപ്നിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ എന്നെ കണ്ടിട്ട് എന്തു ചെയ്യാനാണ്? എനിക്ക് ശരിക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ലല്ലോ എന്ന് ഞാൻ എന്റെ ശബ്ദം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ചു പറഞ്ഞു. നീ വിഷമിക്കേണ്ട, സേന എന്നോടൊപ്പം പഠിക്കുമ്പോൾ ഹിന്ദി പഠിച്ചിരുന്നു. അവൾക്ക് നിന്നോട് ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയും. സേനയെ കാണാൻ തയ്യാറാകാൻ പോകുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ കയറി.
യഥാർത്ഥത്തിൽ എന്റെ ദേഷ്യം സ്വപ്നിലിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കമോഡിൽ ഇരുന്ന് ഞാൻ ചിന്തിക്കുകയാണ്, സേന ഇവിടെ ഭർത്താവിനും മകനുമൊപ്പം വന്നതാണെങ്കിൽ അവർക്കൊപ്പം സമയം ചിലവഴിക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് അവൾ എന്റെ സമയം പാഴാക്കാൻ വരുന്നത്? സ്വപ്നിലിനൊപ്പം ഒരേ മുറിയിലിരിക്കാൻ ഇനിയൊരിക്കൽ എപ്പോഴാണ് സമയം കിട്ടുക? ഇന്ന് ആദ്യമായി എന്റെ വ്യക്തിത്വത്തിൽ ഇത്തരമൊരു ഇരട്ട സ്വഭാവം എനിക്ക് തോന്നി. ഇതിനെ സൈക്കോളജിയിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഡെഡ് എന്ന് വിളിക്കുന്നു. ഒരു വശത്ത് സ്വപ്നിലിനെ സംശയിക്കുന്നു, മറുവശത്ത് അവനൊപ്പമുള്ള സമയം കുറയുന്നതിൽ ദേഷ്യം വരുന്നു. നേരത്തെ പറഞ്ഞ സന്തോഷത്തിലാണോ അതോ വിഷമത്തിലാണോ എന്ന അവസ്ഥയിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. സ്വപ്നിലിനൊപ്പം ഇങ്ങനെ മുറി പങ്കിടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ സേനയോട് ഞാൻ ചോദിച്ചേനെ, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മകൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് സ്വപ്നിലിന്റെ പുറകെ നടക്കുന്നത്? പക്ഷേ അത് സ്വപ്നിലിന് എന്നെക്കുറിച്ചുള്ള മതിപ്പ് കുറയ്ക്കും. ഗതികേടുകൊണ്ട് ഞാൻ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. മുഖത്തും കണ്ണിലും വെള്ളമൊഴിച്ചു മുടി ചീകി. ഉള്ളിലെ ദേഷ്യം കാരണം എന്റെ രൂപത്തിന് അല്പം ഭംഗി കുറഞ്ഞതുപോലെ തോന്നി. ഞാൻ ഒരു കപടമായ പുഞ്ചിരി മുഖത്ത് വരുത്തി പുറത്തേക്ക് വന്നു. സേന സ്വപ്നിലിനൊപ്പം ഇരിക്കാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം സോഫയിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടി. ബെഡിൽ അല്പം ചായ കിടന്നിരുന്ന സ്വപ്നിൽ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അകത്തേക്ക് വന്ന യുവതി അതീവ സുന്ദരിയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ ചിന്ത, അവൾക്ക് ഇത്രയും ഭംഗിയുള്ളപ്പോൾ പിന്നെന്തിനാണ് ഇങ്ങനൊരു വസ്ത്രം ധരിച്ചു ശരീരം ഇത്രയധികം പ്രദർശിപ്പിക്കുന്നത് എന്നാണ്. പുറത്ത് ഞാൻ ചിരിക്കുകയാണ്. ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു, പക്ഷേ അവിടുന്ന് ഒരിഞ്ചു പോലും അനങ്ങിയില്ല. സേന ചിരിച്ചുകൊണ്ട് അടുത്തുവന്നു എന്നെ കെട്ടിപ്പിടിച്ചു എന്റെ കവിളിൽ ഉമ്മ വെച്ചു. യു ആർ ദ ലവ്ലി വാണി, ആ നോട്ട് യു. നിങ്ങൾ വളരെ സുന്ദരിയായ വാണിയാണ് അല്ലേ? അവൾ പറഞ്ഞു. വാണിയല്ല വാണി, സുന്ദരി ഞാനല്ല നിങ്ങളാണ് എന്ന് ഞാൻ കൈകൂപ്പി പറഞ്ഞു. സേന മനസ്സ് തുറന്നു ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ രസകരമായ വ്യക്തിയാണ്, എനിക്ക് കുറച്ചു ഹിന്ദി അറിയാം. പ്ലഷർ മീറ്റിംഗ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ വീണ്ടും സോഫയിലിരുന്നു. അപ്പോൾ സേന എന്റെ കൂടെ സോഫയിലിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നടന്നില്ല. സ്വപ്നിൽ മുന്നിലുള്ള കസേരയിലിരുന്നു. രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി ഞാൻ വെറുമൊരു ഒഴികഴിവ് മാത്രമാണ്. സേനയ്ക്ക് സ്വപ്നിലിനെ കാണാനാണ് വരേണ്ടിയിരുന്നത്. ഇടയ്ക്കിടെ സേന എന്നോട് ഹിന്ദിയിൽ ചില വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിന് ചുരുക്കത്തിൽ മറുപടി പറഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കി സംസാരിക്കുകയാണ്. എന്റെ ശ്രദ്ധ വീണ്ടും വീണ്ടും അവളുടെ വസ്ത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. സോഫയിൽ ഇരുന്നത് തെറ്റായിപ്പോയി എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ മാറിയിരുന്നിരുന്നെങ്കിൽ സ്വപ്നിലിന് അവളെ ഇങ്ങനെ നേരെ നോക്കാൻ കഴിയില്ലായിരുന്നു. സ്വപ്നിൽ ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവൻ അമേരിക്കയിൽ താമസിക്കുന്നവനാണ്. അവൻ ഇതൊക്കെ സാധാരണ കാര്യമായിരിക്കും. എന്റെ ഉള്ളിലെ ഈ അധികാരാവകാശം കാരണമായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. സേനയ്ക്ക് എന്റെ ഉള്ളിലെ ഈ കാര്യങ്ങൾ മനസ്സിലായാൽ അവൾ തീർച്ചയായും നമ്മുടെ സംസ്കാരത്തെ ഇടുങ്ങിയതാണെന്ന് പറയും. ഇവൾ എപ്പോഴാണൊന്ന് പോവുക? ഞാൻ ചിന്തിച്ചു. സേനയോടൊപ്പം ഇരുന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. വാണി, സ്വപ്നിൽ ഒരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചിരുന്നു. അതിൽ ഞാൻ അവനോട് വലിയ കടപ്പാടിലാണ്. ഒടുവിൽ സേന പോകാൻ എഴുന്നേറ്റു എന്നോട് പറഞ്ഞു. ഇക്കാര്യം സ്വപ്നിൽ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് പുറത്തു കാണിച്ചില്ല. എനിക്കിനി കൂടുതൽ സമയം പാഴാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചിരിക്കുക മാത്രം ചെയ്തു. എനിവേ, എൻജോയ് ഈച്ച് അതർ എസ് കമ്പനി ആൻഡ് ഷെയർ സം കോസി മൊമെന്റ്സ് ടുഗെദർ. എന്തായാലും പരസ്പരം സന്തോഷത്തോടെ ഇരിക്കുക. പറഞ്ഞതിനു ശേഷം സേന എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ നൽകി. എന്നിട്ട് അവൾ അത് സ്വപ്നിലിനോടും ആവർത്തിച്ചു. അവൾ പോയി. അവൾ സ്വപ്നിലിനെ കെട്ടിപ്പിടിച്ചത് കണ്ട് ഞാൻ ഉള്ളാലെ വെന്തുരുകുകയാണ്. എപ്പിസോഡ് 51 അവസാനിച്ചു.